മലപ്പുറം പരപ്പനങ്ങാടി കോട്ടന്തലയിൽ ഇടിമിന്നലേറ്റ ഒരാൾ മരിച്ചു. കോട്ടന്തല സ്വദേശി മുഹമ്മദ് ആസിഫാണ് മരിച്ചത്. ആദ്യം എവിടേക്ക് കൊണ്ടുപോയത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അത് ശരി. എന്നിട്ടിപ്പോ വല്ലാത്തൊരു അവസ്ഥ. എത്ര പ്രായമുണ്ട്? 23 വയസ്സാണ് പ്രായം. കല്യാണം കഴിച്ചിട്ടില്ല. ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അവന് ഉപ്പ മരിച്ചിട്ടുണ്ട്. 3 മക്കളാണ്. എന്തായിരിക്കും ആ ഉമ്മയുടെ ആ ഒരു സമയത്തെ പ്രതികരണം? തൻ്റെ മകൻ പള്ളിയിലേക്ക് കടന്നു പോയതാണ്. മറ്റുള്ള മക്കളെപ്പോലെ അല്ല. നിസ്കാരവും മറ്റ് എല്ലാ കാര്യങ്ങളും ചിട്ടയിൽ കൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ആസിഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ മിനിയാന്ന് രാത്രി തറാവീഹ് നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കൂട്ടുകാരെ കാത്തു നിൽക്കുമ്പോഴാണ് മഴ തകൃതമായിട്ട് പെയ്യുന്നത്. ഒരു മരത്തിൻ്റെ ഭാഗത്തേക്ക് മാറി നിന്നു ആ ഒരു സഹോദരൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ഒരു മനുഷ്യൻ പെടുന്നനെ വീഴുന്നതാണ് കാണുന്നത്. ആ ഒരു മഴയിലുണ്ടായ മിന്നലേറ്റുകൊണ്ട് ആസിഫ് എന്ന് പറയുന്ന ആ മകൻ, 23 വയസ്സേറ്റുള്ളൂ അതിന്, ആ ഒരു കുട്ടി മിന്നലേറ്റുകൊണ്ട് വീഴുകയാണ്. ആ ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. കേൾക്കുന്ന ഓരോ മനുഷ്യന്മാരുടെയും മനോനുകരത്തിൽ വേദന ഉളവാവുകയാണ്. ജീവിച്ച് കൊതി തീരുന്നതിൻ്റെ മുമ്പ് പൊഴിഞ്ഞുപോയ ഒരു ജീവൻ പരിശുദ്ധ റമളാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിലാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഇനി ഏതാനും 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ പെരുന്നാൾ അടുക്കുകയാണ്. എല്ലാവരും പെരുന്നാളിനെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഈ ഒരു ദിവസത്തിൽ പെടുന്നനെ ഒരു അസുഖമുണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ചെറുപ്പക്കാരനാണ്. വീട്ടിൽ 3 ആൺതരികളാണ്. ഉപ്പ നേരത്തെ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. അതിൽ കുടുംബം നോക്കാനും മറ്റെല്ലാ വിഷയങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ആസിഫ് എന്ന് പറയുന്ന മകൻ, അവർക്കൊരു വീടില്ല, വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. മൂത്തത് ജ്യേഷ്ഠനാണ്, പിന്നെയാണ് ആസിഫ്, അടിയിലൊരു അനിയനുണ്ടത്രേ. എല്ലാ വിഷയങ്ങൾക്കും ഉത്സാഹിച്ച് രംഗത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. നിങ്ങൾ നോക്കൂ, ഒരു 9:30 ഈ ഒരു അപകടം നടക്കുന്നത്. അതായത് തറാവീഹ് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം. ആസിഫിൻ്റെ പ്രായമുള്ള ചെറുപ്പക്കാരൊക്കെ അങ്ങാടികളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ പള്ളിയിൽ കയറിയ സഹോദരൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ റമളാൻ്റെ ബർക്കത്ത് കൊണ്ട് ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു രംഗം കണ്ടു നിന്ന ആളുകളുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അത് ശരി. എന്നിട്ടിപ്പോ വല്ലാത്തൊരു അവസ്ഥ. എത്ര പ്രായമുണ്ട്? 23 വയസ്സാണ് പ്രായം. കല്യാണം കഴിച്ചിട്ടില്ല. ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അവന് ഉപ്പ മരിച്ചിട്ടുണ്ട്. 3 മക്കളാണ്. ഇവർ രണ്ടാമത്തെ കുട്ടിയാണല്ലേ? ശരി. എന്നിട്ടിപ്പോ പോസ്റ്റ്മോർട്ടം എപ്പോഴാണ് കഴിഞ്ഞ്? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടിയപ്പോൾ 12:30 കഴിഞ്ഞിരിക്കണം. 1 മണിയായിട്ടുണ്ട് നമുക്ക് കിട്ടിയപ്പോൾ. ഇപ്പോൾ കഴിഞ്ഞോ എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പള്ളിയിലേക്ക് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരണം. ഇതാണ് കോട്ടന്തല ജുമാ മസ്ജിദ്. ഇവിടെയാണ് മറവ് ചെയ്യുന്നത്. നിങ്ങളപ്പോ അതിലോട്ട് പാസ് ചെയ്യുന്നോ? അല്ല, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു. നിങ്ങള് വീണിട്ടുണ്ട് പറഞ്ഞാണ്ട് വേറെ ആൾ വന്ന് വിവരം പറയണ്ടേ. അപ്പൊ ഞങ്ങൾ ഓടി വന്നാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന മുന്നേ തന്നെ ഏകദേശം ജീവൻ പോയിട്ടാണ് തോന്നുന്നല്ലേ? അത് ശരി. CPR തന്നെ കൊടുത്തിരുന്നു വണ്ടി എത്തിയപ്പോ. പിന്നെ ഹോസ്പിറ്റലിൽ എത്ര വരെ കൊടുത്തു. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഒരു പൾസ് കുറച്ചുകൂടി കൂടി, പിന്നെ പെട്ടെന്ന് ഡൗൺ ആയി പോയില്ലേ? ഏതായാലും ഒരു കുടുംബത്തിന്റെ ഒരു അത്താണി, കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. കുടുംബത്തിന് വേണ്ടി 3 മക്കളാണെങ്കിലും ഇവന് നല്ല കെയർ ചെയ്യുന്ന ഒരാളാണ്. ജോലിയൊക്കെ ചെയ്ത് ചെറുപ്രായത്തിൽ തന്നെ കുടുംബം പോറ്റുന്ന ഒരു കുട്ടിയായിരുന്നു. നാട്ടിനും സ്നേഹിതന്മാർക്കും ഒക്കെ ഒരു നഷ്ടം തന്നെയാണ്. ഇപ്പൊ നിങ്ങളാണ് കുളിപ്പിച്ചൊക്കെ ചെയ്ത്? കുളിപ്പിച്ച് ഞങ്ങൾ കുളിപ്പിച്ച് ഇവിടെ വെച്ചിട്ട് പാലറ്റീവിൽ വെച്ചിട്ട് ഞങ്ങൾ തന്നെ കുളിപ്പിച്ചു.
അപ്പൊ ഇനിയിപ്പോ മയ്യത്ത് നിസ്കാരം ജുമാഅത്ത് പള്ളി കൊട്ടന്തല ജുമാ മസ്ജിദാണത്. അവിടെ വെച്ചിട്ടാണ് നിസ്കാരം നടത്തുന്നത്. അത് ശരി, അതാ നടക്കാനായിട്ടല്ലേ? പള്ളിയിലെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. മയ്യത്ത് ആരെ വീട് അവിടെയാണ് അല്ലേ? വീട് അവിടെയാണ് കേട്ടോ. അവിടുന്ന് മയ്യത്ത് ഇപ്പൊ കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. എന്താ കാക്ക വീടില്ല പറയാൻ മാത്രമുള്ള സ്വന്തം വീടല്ല, ഒരു സാമ്പത്തിക പ്രയാസമുള്ള ടീമാണ്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. വാപ്പിയില്ലല്ലേ? വാപ്പ മരിച്ചിട്ടുണ്ട്, മുമ്പ് മരിച്ചിട്ടുണ്ട്. ഒരു 3 ആൺമക്കളും ഒരു ഉമ്മയും തന്നെ ഉള്ളു. അതെ, ഇതിപ്പോ ചെറിയ മോന രണ്ടാമത്തെ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ലല്ലേ? പിന്നെ ജ്യേഷ്ഠൻ ഒരാളുണ്ട്, അനിയൻ ഒരാളുണ്ട്. ഒരു നാട് മുഴുവൻ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഏറ്റവും സങ്കടത്തിൽ തന്നെ ഇട്ടത് കണ്ടില്ല നിങ്ങള്. ഇതിന്റെ പുറകിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങള്, കാരണം ആ പെട്ടെന്നൊരു ഷോക്കായ ഒരു മരണമായി പോയി അല്ലേ? പെട്ടെന്നുണ്ടായ ഒരു മരണം തന്നെ. ഇങ്ങനെ ഇതുവരെയായിട്ടും അടുത്ത കാലത്ത് മഴ ഇടിയോ മിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെയാണ് ഒക്കെ ഉണ്ടാകുന്നത്. ഉണ്ടായ സമയത്തിന് അങ്ങനെ ഒന്നും ഉണ്ടായപ്പോൾ നമുക്ക് ഒരു വല്ലാത്ത വിഷമമായി. ഇതെങ്ങനെ ഇതൊക്കെ സംഭവിച്ചു പോകണമെന്നല്ലേ? അതാണ് തന്നെ ഒന്നും പറയാൻ പറ്റില്ല. എവിടെ വീടിനുള്ളിൽ നിന്നാലും ഇത് സംഭവിക്കാം. വിധി എവിടെയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ വിധിന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? ആർക്കും ഇങ്ങനത്തെ ഈ പള്ളിക്കന്ന് നിസ്കരിച്ച് അപ്പുറത്തെ പള്ളിക്കന്ന് സമയത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ജീവിച്ച് കൊതി തീരുന്നതിൻ്റെ മുമ്പ് പൊരിഞ്ഞുപോയ ഒരു ജീവൻ, കുടുംബത്തിന് അത്താണിയാകേണ്ട ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തി, എത്ര പെട്ടെന്നാണല്ലേ മരണം അവൻ്റെ ജീവൻ കവർന്നെടുത്തത്. ഒറ്റ ദിവസം കൊണ്ട് ഒരല്പസമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു വാർത്ത ആസിഫിൻ്റെ ഉമ്മയുടെ കാതുകളിലേക്ക് എത്തിയ ഒരു സമയമുണ്ടല്ലോ, എന്തായിരിക്കും ആ ഉമ്മയുടെ ആ ഒരു സമയത്തെ പ്രതികരണം? തൻ്റെ മകൻ പള്ളിയിലേക്ക് കടന്നു പോയതാണ്. മറ്റുള്ള മക്കളെപ്പോലെ അല്ല, നിസ്കാരവും മറ്റ് എല്ലാ കാര്യങ്ങളും ചിട്ടയിൽ കൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കുടുംബം നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. എല്ലാവർക്കും ആ ഒരു ചെറുപ്പക്കാരൻ കബൂലിയത്താണ്, സ്വീകാര്യനാണ്. അങ്ങനെയുള്ള മകൻ പെടുന്നനെ മിന്നലേറ്റ് മരണപ്പെട്ടു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ ആ ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയൂല. അത്രമേൽ കഠോരമായിരിക്കും. തൻ്റെ പൊന്നുമോൻ നോമ്പ് പറന്നിട്ട് പള്ളിയിലേക്ക് കടന്നു പോയതാണ്. അള്ളാഹു ആ ഉമ്മാക്ക് ക്ഷമ പ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എത്രയോ ആളുകളാണ് നിസ്കാരമില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ റമളാനിനെ പോലും അവഹേളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മരണം ഏത് സമയത്തും നമ്മളെ പുൽകാൻ സാധ്യതയുണ്ട്. ഇന്നാലിന്ന സമയമെന്നില്ല. ആസിഫ് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ പോകുന്നത് മരണത്തിലേക്കാണ്, ഇനി വീട്ടിലേക്ക് കടന്നു വരൂല എന്ന്. ആ വീട്ടുകാർക്ക് അവനിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. കല്യാണമടക്കം ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുമ്പിൽ കിടക്കുമ്പോഴാണ് ഒരു നിമിഷം കൊണ്ട് ജീവിതം തന്നെ ഇല്ലാതായത്. ഈ ഒരു വിഷയത്തിൽ നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ടത്, ഈ ഒരു ആസിഫ് മരിക്കുന്ന അന്ന് മഴ പെയ്തു. അതിൻ്റെ മുമ്പൊന്നും തകൃതമായിട്ട് മഴ പെയ്തിട്ടില്ല. അങ്ങനെ മഴ പെയ്ത് ഇടിമിന്നലുള്ള സാധാരണ ഒരു ദിവസത്തിലല്ല ആസിഫ് എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ മിന്നലേറ്റ് മരണപ്പെട്ടിട്ടുള്ളത്. പെടുന്നനെ മഴ പെയ്യുകയും ആ മഴയിൽ അത്ര ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഒരു മിന്ന് ആ ഒരു ശരീരത്തിലേക്ക് പതിക്കുകയും സ്പോട്ടിൽ ആ ഒരു സഹോദരൻ നിലത്തേക്ക് വീഴുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം പുൽകിയെന്ന വാർത്ത. ഇത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ മനുഷ്യനെന്ന് പറയുന്ന നമ്മുടെ ഒക്കെ അവസ്ഥ. നമ്മൾ അങ്ങേയറ്റം അഹങ്കരിച്ചുകൊണ്ട് ലോകം മുഴുവനും എൻ്റെ കാൽ കീഴിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഹങ്കരിച്ച് നടക്കുമ്പോൾ ഒരു നിമിഷം മാത്രം മതി
മരണം നമ്മളെ കവർന്നെടുക്കാൻ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു ജീവിതം നല്ല രൂപത്തിൽ അള്ളാഹു ജീവിച്ച് തീർക്കാൻ തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധ റമളാനാണ്, നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയുന്ന ദിവസമാക്കി അള്ളാഹു ഈ ഒരു മാസത്തിനെ മാറ്റിത്തരട്ടെ. ആ ഒരു സഹോദരൻ ആസിഫ് എന്ന് പറയുന്ന പൊന്നുമോന് അള്ളാഹു അവന് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.